ഫലം അനുഭവിക്കാൻ വേണ്ടിയാണ്. എന്നാൽ നന്മകൾ അനുഭവിക്കുവാൻ കഴിയാതെ കിടക്കുന്ന ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ട് ദൈവം പറയുന്നു, ഇന്നു മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. ദൈവം അനുഗ്രഹിച്ചാൽ എന്ത് സംഭവിക്കും? ദൈവം അനുഗ്രഹിച്ചാൽ സാഹചര്യങ്ങൾ മാറും. ദൈവം നിങ്ങളെ അനുഗ്രഹിച്ചാൽ നിങ്ങളുടെ അവസ്ഥകൾക്ക് ഭേദം വരും. ദൈവം നിങ്ങളെ അനുഗ്രഹിച്ചാൽ അത് അളവില്ലാത്ത അനുഗ്രഹമായിരിക്കും. ദൈവം നിങ്ങളെ മാനിക്കാൻ തുടങ്ങിയാൽ അത് അളവില്ലാത്ത മാന്യതയായിരിക്കും. പ്രിയമുള്ളവരെ, മുൻകഴിഞ്ഞ വർഷങ്ങളിൽ, മുൻകഴിഞ്ഞ നാളുകളിൽ, മുൻകഴിഞ്ഞ മാസങ്ങളിൽ ജീവിതത്തിൻ്റെ ഏതെങ്കിലുമൊക്കെ മേഖലകളിൽ നിന്ദകൾ അനുഭവിച്ച, തകർച്ചകൾ അനുഭവിച്ച, ഒറ്റപ്പെടലുകൾ അനുഭവിച്ച, വേദനകൾ അനുഭവിച്ച പ്രിയപ്പെട്ടവരെന്നെ കാണുന്നുണ്ടെന്ന് എനിക്കറിയാം. അവരോട് കർത്താവിൻ്റെ ആത്മാ പറയുന്നു, ഇനി ഞാൻ നിങ്ങളെ ജാതികളുടെ ഇടയിൽ നിന്ദിതരാക്കത്തില്ല. എൻ്റെ ദൈവം നിന്ദിക്കുന്ന ദൈവമല്ല, എൻ്റെ ദൈവം മാനിക്കുന്ന ദൈവമാണ്. നിന്ദയിലൂടെ, കഷ്ടതയിലൂടെ, പ്രതിസന്ധിയിലൂടെ കടന്നുപോയ നിങ്ങളും നിങ്ങളുടെ കുടുംബവും ഒത്തിരി വിഷയങ്ങൾ അഭിമുഖീകരിച്ചെങ്കിൽ, ഒത്തിരി പ്രതിസന്ധിയിലൂടെ കടന്നുപോയെങ്കിൽ അടുത്തൊരു സീസൺ ദൈവം നിങ്ങൾക്ക് വേണ്ടി ഓപ്പൺ ആക്കുകയാണ്. എന്താണ് ആ സീസന്റെ പ്രത്യേകത? യഹോവ വൻ കാര്യങ്ങളെ ചെയ്യുന്ന സീസൺ. For the Lord has done great things in your life. For the Lord has done great things. വലിയ കാര്യങ്ങളെ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുവാൻ ദൈവത്തിന് കഴിയും. വയലിലെ മൃഗമേ ഭയപ്പെടേണ്ട, മരുഭൂമിയിലെ പുൽപ്പുറങ്ങൾ പച്ചവയ്ക്കുന്നു, വൃക്ഷം ഫലം കായ്ക്കുന്നു, അത്തിവൃക്ഷവും മുന്തിരിവള്ളിയും അനുഭവ പുഷ്ടി നൽകുന്നു. നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് പോലെ കാര്യങ്ങൾ സംഭവിക്കുന്നില്ല. പെയിനിനനുസരിച്ചുള്ള ഗെയിനില്ല, കഷ്ടപ്പെടുന്നതിനനുസരിച്ചുള്ള നന്മയില്ല, അധ്വാനിക്കുന്നതിനനുസരിച്ചുള്ള പ്രയോജനമില്ലാതെ നിൽക്കുന്നവരോടാണ് ദൈവത്തിൻ്റെ ആത്മാ പറയുന്നത്, നിങ്ങൾ ചോദിക്കുന്നതിലും നിങ്ങൾ നനയ്ക്കുന്നതിലും അത്യന്തപരമായി ചെയ്യുവാൻ കർത്താവിന് കഴിയും. ജീവിതത്തിലെ എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ച്, എല്ലാ പ്രത്യാശയും ഇല്ലാതെയായി എങ്ങനെ ഞാൻ മുൻപോട്ട് പോകുമെന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ, കർത്താവിൻ്റെ ആത്മാവ്, യേശുവിൻ്റെ വചനം നിങ്ങളോട് പറയുന്നു, മനുഷ്യൻ അവസാനിച്ചു എന്ന് പറഞ്ഞെടുത്തുനിന്ന് ദൈവത്തിന് ആരംഭിക്കാൻ കഴിയും. കഴിഞ്ഞു എന്ന് പറയുന്നിടത്തുനിന്ന് ദൈവത്തിന് തുടങ്ങാൻ കഴിയും. ദേശമേ ഭയപ്പെട